മച്ചാനെ ഇരിക്കടാ. ആ പറയടാ. എടാ നീ മറ്റേ പടം കണ്ടാ? എടാ ജയറാം മമ്മൂട്ടിയും കൂടി അഭിനയിച്ചപ്പോ പുതിയ പടം. ഏത്? OCR അല്ലേ? OCR അതുമല്ല, അതുമല്ല, സോളാർ അതുമല്ലേ? എടാ അങ്ങനത്തെ ഒരു പേരാണ് അതിൻ്റെ മുമ്പത്ത് വരുന്നുണ്ട്. സോളാർ അല്ല, OCR അല്ല, OPR അല്ല, അതൊക്കെ ബ്രാൻഡിയുടെ ബ്രാൻഡിയാണ്, കുടിക്കുന്ന സാധനമാണ്, സിനിമയുടെ പേരല്ല. പറ നീ പറ. അങ്ങനത്തെ ഒരു പേരാടാ, OLX. നാക്കിൻ്റെ തുമ്പത്ത് എന്നെ അറിയാണ്ടല്ലേ മച്ചാനെ, പടം കണ്ടു വേറെ ലെവല്. ഏതാണ്? എടാ ഓസില്ലാർ, അതാണ് ഈ പടത്തിൻ്റെ പേര്. ഓസില്ലാർ, അത് തന്നെ അത് തന്നെ. പടം കണ്ടു വേറെ ലെവല്. പേരും അറിയാൻ പാടില്ല, സിനിമയും കണ്ടിട്ട് എന്നിട്ട് കഥ പറയാൻ പാടില്ല. പടം കണ്ടു വേറെ ലെവല്, ഒരു രക്ഷയില്ല. മമ്മൂട്ടി ജയറാം കോംബോ അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. ഇതിനകത്ത് നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ 1985 മമ്മൂട്ടിയുടെ ചിത്രത്തിലൊരു പഴയ സോങ്ങാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പുതിയ സോങ് അതുപോലെ തന്നെ പുതിയ മ്യൂസിക് എല്ലാം കൂടി ആഡ് ചെയ്ത് കളർഫുള്ളായിട്ടുണ്ട്. വേറെ ലെവലെല്ലാം പടം കണ്ടു നോക്ക്. എന്താ പ്രശ്നം എന്താണ്? പറഞ്ഞു വന്നത് വേറൊന്നുമല്ല മച്ചാനെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ആദ്യത്തെ ആ സോങ്ങില്ലേ അതേപോലെ ഞാൻ പാടും. ആണ് വേണേ കേട്ട് നോക്കടാ മച്ച. മനസ്സിലായി. പഴയ സിനിമയല്ലേ, ഞാൻ പുതിയത് കണ്ടിട്ടില്ല. പഴയത് നിറക്കൂട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലത്തെ സോങ്ങല്ലേ അതന്നെ. ആ സോങ് അതേപോലെ ഞാൻ പാടും. വേണേ കേട്ട് നോക്ക്. എന്നാ പാട്. പൂമാനമേ ഒരു രാഗമേഘം, പൂമാനമേ ഒരു രാഗമേഘം. ആഹാ, ഇത്രയും നന്നായി നീ പാടും. അടിപൊളിയായിട്ടുണ്ടല്ലോ, പൊളിച്ചല്ലോ. എൻ്റെ ഫ്ലോ കളയിലെ മച്ചാൻ. ഇനി പാട്ട് വരുന്നുള്ളൂ. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് പാടുകയും ചെയ്യും. കമ്പോസ് ചെയ്തിട്ട് മ്യൂസിക് ഇട്ടിട്ട് എന്നാൽ പാടും. വെയിറ്റ്, ഞാൻ പാടി മുഴുവനാക്കട്ടെ. ഇടയിൽ കയറി എൻ്റെ ഫ്ലോ കളയല്ലേ. നിക്ക് ബാക്കി പാട്. പൂമാനമേ ഒരു രാഗമേ, പൂമാനമേ ഒരു രാഗമേഘം, പൂമാനമേ ഒരു രാഗമേഘം. തൊണ്ടടണ്ടയാ. നീ കുറെ നേരമല്ലേ പൂമാനമേ പാടിക്കൊണ്ടിരിക്കുന്നു. ബാക്കി പാടള മോനെ. പൂമാനമേ ഒരു രാഗമേ. വീണ്ടും പൂമാനം. എടാ പൂമാനത്തിന്റെ ബാക്കി പാട്. എവിടേക്ക് പോണേ? ഇരിക്കടാ, പാട്ട് മുഴുവനാക്കട്ടെ. നിൽക്കുന്നത് മോനെ. നീ കുറെ നേരമല്ലേ പൂമാനം പാട്ട്. ബാക്കി പാടറാ. നീ ഒറ്റയ്ക്ക് ഇരുന്ന് പാടിക്കോ, ഉണ്ടാക്കിക്കോ. അവൻ്റെ ഒരു പൂമാനം. ഞാൻ പോണം. എന്നെങ്കിലും അടിക്കാൻ പറ്റല്ലേ. നീ വെയിറ്റ്. പൂമാനത്തിനാണ് കയറി വരുള്ളൂ. ഇടയല്ലേ ഈ പൂമാനം ഇങ്ങനെ കയറി വരും. അതാണ് എൻ്റെ പാട്ടിൻ്റെ കമ്പോസിങ്ങും പാട്ടും. നീ എന്നെ അടിക്കാൻ പറ്റും. എന്താ കാര്യം? വെയിറ്റ്. മാമ ഇവിടെ എന്തൊരു പട്ടി മൂങ്ങണ ശബ്ദം? ഇല്ല മോനെ, സത്തു മാമൻ പാട്ടുപാടിയാണ്. അല്ലാതെ ഇവിടെ പട്ടി മോങ്ങിയതൊന്നും അല്ലാട്ടാ. നിന്റെ അമ്മനോട് പറയും. അമ്മ, മാമൻ പാട്ടുപാടിയതാണ്, പട്ടി മൂളിയതല്ല. പട്ടി മോക്കി അവൻ വരെ പാട്ട് കേട്ട് പോയി. നിക്ക് ഞാൻ പാടിത്തരാം. മാമ എനിക്ക് കേക്കാൻ വയ്യേ. പൂമാനമേ ഒരു രാഗമേഘം, തൊണ്ടടരണ്ട്.